നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമരപ്പന്തൽ സന്ദർശനം നടത്തി കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ബൈപ്പാസ് ഇരകൾക്കൊപ്പം കോൺഗ്രസും താനും ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. UDF അധികാരത്തിൽ വന്നാൽ നിലമ്പൂർ ബൈപ്പാസ് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രഥമ പരിഗണനയെന്ന് ആര്യാടൻ ഷൗക്കത്ത് കൂട്ടിച്ചേർത്തു. വാക്കുപോരാ, പ്രവൃത്തിയാണ് വേണ്ടതെന്ന് ബൈപ്പാസ് ഇരകൾ പറഞ്ഞു. UDF സർക്കാർ നൽകിയതല്ലാതെ ഒരു രൂപ പോലും ബൈപ്പാസിന് ഈ സർക്കാർ നീക്കിവെച്ചിട്ടില്ല എന്നും ആര്യാടൻ ഷൗക്കത്ത് കുറ്റപ്പെടുത്തി. ആര്യാടൻ ഷൗക്കത്ത് സംസാരിക്കുന്നതിനിടയിൽ നിലമ്പൂർ വികസന സമിതി ചെയർമാൻ കാപ്പിൽ അഹമ്മദ് കുട്ടി, മജീഷ്യൻ RK മലയത്ത് എന്നിവർ സംസാരം ചുരുക്കണമെന്നാവശ്യപ്പെട്ടു. സമരം കൃത്യസമയത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞപ്പോൾ താൻ സമരവേദിയിൽ പ്രസംഗിക്കുന്നില്ലെന്നും തന്നെ ബൈപ്പാസ് ഇരകളിൽ 10ഓളം പേർ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വന്നതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. RK മലയത്ത്, റഹ്മത്തുള്ള മൈലാടി, കാപ്പിൽ അഹമ്മദ് കുട്ടി, മുജീബ് ദേവശ്ശേരി, സുരേഷ് മങ്ങാട്ടുതൊടി, നസീറ, ജെയിംസ് മയ്യന്താണി, KP ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തോടെ 3 ദിവസങ്ങളിലായി നടന്നുവന്ന നിരാഹാര സമരവും അവസാനിപ്പിച്ചു. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ. ഇത് നമ്മൾ കൊണ്ടുവന്നുവെങ്കിൽ നമ്മൾ അത് അധികാരത്തിൽ വന്നാൽ നമ്മുടെ ആദ്യം ചെയ്യുന്ന പണി അതായിരിക്കും അത് പൂർത്തീകരിച്ച് അത് പറയാൻ വേണ്ടി വന്നത്. ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞതല്ല, ഞാൻ വേറെ കാര്യത്തിലൊന്നും പറഞ്ഞതല്ല. ഇവർ 10 പേരെൻ്റെ വീട്ടിൽ വന്നിരുന്നു, സമരക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാം വിശദമായി പറഞ്ഞു. അവരെ മുൻപിൽ ഞാൻ സീനെ വിളിച്ചു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ചു, കലക്ടർ വിളിച്ചു, യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അവരോട് പറയും ചെയ്തു. അല്ലേ പറഞ്ഞില്ലേ? നിങ്ങൾ എൻ്റെ വന്നില്ലേ? ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഏതൊരറ്റം വരെ നിങ്ങളവിടെ പറയാൻ ഏതൊരറ്റം വരെ നിങ്ങൾ സമരവുമായി പോയാലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ടാവും. കേട്ടോ, 100%. അതൊരു വാക്കാണ് കേട്ടോ, അതൊരു വാക്കാണ്. പ്രവൃത്തിയാണ്.